നമസ്കാരം. ഇന്ന് ഡൽഹിയിൽ വലിയ ചർച്ച നടക്കുകയാണ്. മുൻ KPCC പ്രസിഡന്റുമാരെ ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വിളിച്ചിട്ടുണ്ട്. വളരെ പ്രമുഖരായ നേതാക്കളെല്ലാം, വളരെ സീനിയറായിട്ടുള്ള എല്ലാ നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളെ തുടർന്ന് ഒരുപക്ഷെ മന്ത്രിമാരുടെ ലിസ്റ്റും കൂടി ഡൽഹിയിൽ വെച്ച് ഫൈനലൈസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇത്രയും നേതാക്കൾ ഡൽഹിയിലുള്ള സാഹചര്യത്തിൽ പിന്നെ വേറൊരു ലിസ്റ്റിൻ്റെ ആവശ്യമില്ല. ആരാണോ മുഖ്യമന്ത്രി അതിനനുസരിച്ച് മന്ത്രിമാരുടെ ലിസ്റ്റും കൂടി കോൺഗ്രസിൻ്റെ ഫൈനലൈസ് ചെയ്യാൻ എല്ലാ സാധ്യതയുമുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ പിന്നെ ഇത്രയും ലേറ്റല്ല, ഇങ്ങനെ ഒരു സാഹചര്യം വന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ തീയതി വരെ നിശ്ചയിച്ചായിരിക്കും ഡൽഹിയിൽ നിന്ന് അവർ പിരിയുന്നത്. എന്തായാലും എല്ലാവരും ഡൽഹിയിലുണ്ട്. അതൊരു നല്ല സ്ട്രാറ്റജിയാണ്. കാരണം പിന്നെ ഇവിടെ കിടന്ന് ഓരോരുത്തരും അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് പിന്നെ കമൻറ്റുകൾ പറഞ്ഞ് പിന്നെ സോഷ്യൽ മീഡിയയെ ചലിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ അതെന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു തീരുമാനമാണ് AICC എടുത്തിരിക്കുന്നത്, ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. അവരെല്ലാവരും വിളിച്ചിരുത്തി ഇന്ന് ചർച്ച ചെയ്ത് മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ഒരു ഡിസിഷൻ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒന്നിച്ചിരുത്തിട്ടായിരിക്കും ചർച്ച. അത് ഒറ്റയ്ക്കാണെങ്കിലും വലിയ ഒരുപാട് സമയം എടുക്കുന്ന ചർച്ചയല്ലല്ലോ. അപ്പോൾ അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു ഫൈനൽ പിക്ചർ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കോൺഗ്രസിൻ്റെ UDFൻ്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു ഫൈനൽ പിക്ചർ കിട്ടും. അതനുസരിച്ചായിരിക്കും മന്ത്രിമാരുടെ ചുമതലയൊക്കെ വരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 2-3 വിഷയങ്ങളിൽ കേരളം വളരെ പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിൽ കടപ്പെട്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമ്പൂർണ്ണമായി കടപ്പെട്ടിരിക്കുന്നത് ശബരിമല അയ്യപ്പനോടാണ്. കാരണം ശബരിമലയിൽ നടന്ന കൊള്ളയുടെയും കൊള്ളവെപ്പിൻ്റെയും അടിച്ചുമാറ്റലിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ഈ അനുഭവിച്ച് കൂട്ടിയതെല്ലാം. LDFന് ആ വിഷയം കൈകാര്യം ചെയ്തത്, പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിച്ചത് അടക്കമുള്ള വലിയ തോതിൽ മുഖ്യമന്ത്രി മനസ്സ് തുറക്കാത്തതടക്കമുള്ള വലിയ തോതിലുള്ള ശബരിമലയുടെ കൊള്ള നടന്നതിൻ്റെ ഒരു റിസൾട്ട് പോലും, അതിൻ്റെ കുറ്റപത്രം പോലും സമയത്ത് കൊടുക്കാൻ കഴിയാത്ത രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ വളരെ വളരെ ശരിക്ക് പറഞ്ഞാൽ ശബരിമല അയ്യപ്പനെ നിഷേധിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം നടന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുമ്പോഴും കേരള സർക്കാർ ഉരുണ്ട് കളിച്ചാണ് അഫിഡവിറ്റ് കൊടുത്തത്. വേണമെന്നോ വേണ്ടെന്നോ പറയാതെ ആചാര്യന്മാരോട് ഗുരുക്കന്മാരോടൊക്കെ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് വേറൊരു ഉടായ്പ് അഫിഡവിറ്റാണ് കൊടുത്തത്. അപ്പോൾ അതെല്ലാം കൂടി വച്ച് ശബരിമല അയ്യപ്പൻ കൊടുത്തൊരു പണിയാണിത്. അപ്പോൾ ആ പണിക്ക് പകരം വേണ്ടേ? തീർച്ചയായിട്ടും അതിന് പകരം വീട്ടേണ്ടത്, അല്ലെങ്കിൽ അതിന് പകരം ഐക്യജനാധിപത്യ മുന്നണി ശ്രദ്ധിക്കേണ്ടതും കൊടുക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റാന്നി പെരുന്നാട് MLAക്ക് ദേവസ്വം മന്ത്രി വകുപ്പിൻ്റെ വകുപ്പ് കൊടുക്കണം. മറ്റൊരു വകുപ്പ് കൊടുത്തില്ലെങ്കിലും ദേവസ്വം വകുപ്പ് കൊടുക്കുകയും ശബരിമലയെ ഒരു സെപ്പറേറ്റ് ട്രസ്റ്റ് ആക്കുകയും വേണം. ശബരിമല അമ്പലത്തെ തിരുപ്പതി പോലെ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മൂകാംബിക പോലെ, ആറ്റുകാൽ ക്ഷേത്രം പോലെ, ചക്കുളത്ത് കാവ് പോലെ ഒരു ട്രസ്റ്റ് ആക്കണം. ഗവൺമെൻറ്റിനോട് ചേർന്നുള്ള ട്രസ്റ്റ് മതി. കൃത്യമായ ഒരു ട്രസ്റ്റ് ആക്കി അതിനൊരു മിഷൻ, ശബരിമല മിഷൻ ആലോചിക്കണം. ശബരിമല മിഷൻ ഒരു നല്ല മിഷനായിരിക്കണം. ദേവസ്വം ബോർഡ് മാത്രം പോരാ. ശബരിമലയ്ക്ക് ഒരു നല്ല അഡ്വൈസറി ബോർഡ് എടുക്കണം, നല്ല അഡ്വൈസറി കമ്മിറ്റി എടുക്കണം. ദേവസ്വം മന്ത്രി കൃത്യമായി റാന്നി പെരുന്നാട് MLA പഴകുളം മധുവിന് അതിൻ്റെ ചുമതല കൊടുക്കണം. അതൊരു അയ്യപ്പനോട് ചെയ്ത് ഈ 102 മണ്ഡലങ്ങളിൽ ജയിച്ചതിന് ഒരു മന്ത്രിസ്ഥാനം അയ്യപ്പന് കൊടുക്കണം. അത് വളരെ പ്രധാനമാണ്. അതാണ് പഴകുളം മധു ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജൂനിയർ അല്ല, വളരെ സീനിയർ നേതാവാണ്. പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ ആളാണ്. അപ്പോൾ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിലെ പ്രമുഖനായ ഒരാളിനാണ് തോൽപ്പിച്ചത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പഴകുളം മധു അതിനകത്തൊരു എലിജിബിൾ. ഞാൻ പഴകുളം മധു ആയതുകൊണ്ടല്ല എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. കാരണം പഴകുളം മധു എന്ന് പറയുന്ന MLA ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 പരിപാടി, അവരുടെ പരിപാടിക്ക് വിളിച്ചപ്പോൾ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ല, പുസ്തക പ്രകാശനത്തിനൊക്കെ സുഗതവന ടീച്ചറിൻ്റെ ഒരു പരിപാടിക്കോ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടില്ല, നാളെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു താല്പര്യം, റാന്നി പെരുന്നാട് എന്ന് പറയുന്ന 2 സ്ഥലം, ആ മണ്ഡലത്തെ ശബരിമലയുടെ ഹബ്ബാക്കി മാറ്റണം. ശബരിമലയുടെ ഹബ്ബാക്കി റാന്നി പെരുന്നാട് മണ്ഡലത്തെ മാറ്റണമെങ്കിൽ MLA ഫണ്ട് അടക്കമുള്ള, MP ഫണ്ട് അടക്കമുള്ള വലിയ തുക കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ശബരിമല നിൽക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ, ശബരിമലയുടെ MLA എന്നുള്ള നിലയിൽ പഴകുളം മധുവിലെ അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയാക്കുകയും അങ്ങനെ ശബരിമലയ്ക്ക് ഒരു പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കുകയും വേണം. ആ ട്രസ്റ്റിൽ പന്തളം കൊട്ടാരത്തിലുള്ള ആളുകളെ വെക്കണം, അരേ സമുദായത്തിലുള്ള ആളുകളെ വെക്കണം. അതുപോലെ റാന്നി പെരുന്നാടുള്ള ഒരു ശൈവ വെള്ളാള കുടുംബത്തിലുള്ളവർക്കാണ് ശബരിമലയിൽ വേറൊരു ചടങ്ങ് നടത്താനുള്ള അവകാശം. അപ്പോൾ അതിലുള്ള ആളുകളെയും വെക്കണം, ശൈവ വെള്ളാളിലുള്ള ഒരാളെയും വെക്കണം. കാരണം അവിടെയുള്ള ആളിനെ വെച്ചാൽ മതി, റാന്നി പെരുന്നാടുള്ള ആളിനെ വെച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു ട്രസ്റ്റ്, പിന്നെ ഗവൺമെൻറ് ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ വയ്ക്കുന്ന നല്ലൊരു ട്രസ്റ്റ് പോലെ, അല്ലെങ്കിൽ ഒരു മിഷൻ പോലെ ശബരിമല പ്രവർത്തിപ്പിക്കണം. മാത്രമല്ല ശബരിമല സീസൺ ആ പ്രദേശമാകെ ഉത്സവ പ്രദേശം, ബാധിത പ്രദേശമായി, ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ച് ആ മണ്ഡലമാകെ വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ
കൃത്യമായി അവിടുത്തെ MLA മന്ത്രിയായിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പഴകുളം മധു വെറും MLA മാത്രമായിരിക്കുകയാണെങ്കിൽ അതിന് പരിമിതിയുണ്ട്. കാരണം സംസ്ഥാനം ഭരിക്കുന്ന MLA മന്ത്രി, ദേവസ്വം മന്ത്രി മറ്റെവിടെന്നെങ്കിലും ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഫണ്ട് കൊണ്ടുപോകുന്നതിനും അതുപോലെ MLA ഫണ്ട് എടുക്കുന്നതിനൊക്കെ കുറേ പരിമിതികളുണ്ട്. പക്ഷേ ഈ പരിമിതികളെല്ലാം മുറിച്ച് കടന്നുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായി പഴകുളം മധുവിനെ റാന്നി പെരുന്നാട് MLA വയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റാന്നി പെരുന്നാട് പഞ്ചായത്തുകളിൽ വലിയ വികസനം നടത്താനും റാന്നി മണ്ഡലത്തിൽ അതനുസരിച്ചുള്ള വികസനം നടത്താനും ശബരിമലയ്ക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്, ശബരിമലയ്ക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അത് ആവശ്യമുണ്ട്. കാരണം അയ്യപ്പൻ അത്രമാത്രം പണിതിട്ടാണ് ഇത്രയും വലിയ സീറ്റ് കിട്ടിയിരിക്കുന്നത്. UDFൻ്റെ വർക്കുണ്ട്, 10 വർഷത്തെ പ്രശ്നങ്ങളുണ്ട്, പിണറായിയുടെ ഭരണമുണ്ട്, ആൻറ്റി ഇൻകംബൻസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ശബരിമലയിൽ തൊട്ട് കളിച്ചതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നിന്ന് ശബരിമല നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജയിച്ചിട്ടുള്ള MLA വളരെ കൃത്യമായി പരിഗണിക്കേണ്ടതാണ്. അത് സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ഒന്നും ആക്കിയാൽ പോരാ, അങ്ങനെ ചോദിച്ച് വേറെ ഏതെങ്കിലും പദവി ചീഫ് വിപ്പോ ഒന്നും ആക്കിയാൽ പോരാ. ശരിക്കും ആക്കേണ്ടത് മറ്റ് വകുപ്പുകളേക്കാൾ പ്രധാനം ദേവസ്വം ബോർഡിൻ്റെ വകുപ്പ് മന്ത്രിയാക്കണം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ സാംസ്കാരിക വകുപ്പോ ഒരു ഭാഷാ വകുപ്പുണ്ടാക്കി ഭാഷാ വകുപ്പോ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പക്ഷേ സാംസ്കാരിക വകുപ്പ് കൊടുക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ മറ്റേത് വകുപ്പ് കൊടുത്താലും അതിനേക്കാൾ പ്രധാനം ദേവസ്വം വകുപ്പ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ചെയ്യേണ്ടത്. കാരണം എല്ലാവരുടെ ഒരു പരാതി എന്താണ്? പള്ളികൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ അവകാശമുണ്ട്, അവർ ചെയ്യുന്നു. ക്രിസ്ത്യൻ പള്ളികൾ, ചർച്ചുകൾ അവർ ചെയ്യുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ നോക്കാനാണ് കേരളത്തിൽ ആരുമില്ല എന്നൊരു പരാതി എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്രാവശ്യത്തെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൃത്യമായൊരു പരിഹാരം ഉണ്ടാവണം. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ കൃത്യമായി പരിപാലിക്കുന്ന, അതിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, എക്സ്ക്ലൂസീവായിട്ട് ഞാൻ പറഞ്ഞ ദേവസ്വം ബോർഡിന് മാത്രമായിട്ടൊരു മന്ത്രിയെ കൊടുത്താലും കുഴപ്പമില്ല. ഒരുപാട് വകുപ്പുകളായിപ്പോയാൽ നടക്കത്തില്ല. ദേവസ്വം ബോർഡിന് മാത്രമായി ഒരു മന്ത്രിയെ കൊടുക്കുക. മറ്റ് വകുപ്പുകൾ അത് പഴകുളം മധുവിന് കൊടുത്താൽ അദ്ദേഹം അത് മാത്രം നോക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് വളരെ മനോഹരമായി കേരളത്തിലെ ക്ഷേത്രങ്ങളും അതുപോലെ ഹിന്ദു സമാജത്തിൻ്റെ ഒരു വികസനവും, ഹിന്ദു മതമല്ല ഞാനീ പറയുന്നത്, ഹിന്ദു സമാജവും ഹിന്ദു ആചാര രീതികളും വേറെ, ഹിന്ദു മതം വേറെ. മതം എന്ന് പറയുമ്പോൾ പിന്നെ മുസ്ലിം മതം പോലെ ക്രിസ്ത്യൻ മതം പോലെ അത് വേറെ തരത്തിലേക്ക് പോകും. അല്ല, അതിനപ്പുറം ഇന്ത്യയിലെ സനാതന ധർമ്മവും ഹിന്ദു ആചാരങ്ങളുമൊക്കെ പരിരക്ഷിക്കുന്ന, ശബരിമല ക്ഷേത്രത്തെ പരിപാവനമായി സൂക്ഷിക്കുന്ന, അതിൻ്റെ വികസന സാധ്യത പരമാവധി ആത്മീയ തലത്തിലുള്ള വികസന സാധ്യത പ്രയോജനപ്പെടുത്തുന്ന ഒരു മന്ത്രി നമുക്ക് ആവശ്യമുണ്ട്. അതിനിന്ന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ളത് സ്ഥലത്തിൻ്റെ കാര്യം കൂടി കൊണ്ടതുകൊണ്ട് റാന്നി മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ള പഴകുളം മധുവാണ് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. ഈ വീഡിയോ പരമാവധി KPCCയുടെയും അതുപോലെ എൻ്റെ ഉന്നതാധികാര സമിതിയുടെയും ഇതെടുക്കുന്നവരുടെയൊക്കെ ശ്രദ്ധയിൽ എല്ലാവരും കൊണ്ടുവരണം. തീർച്ചയായിട്ടും റാന്നി MLA അതിന് അർഹനാണ്. ഭാഗ്യവശാൽ അദ്ദേഹം കുറച്ച് സീനിയറുമാണ്. അപ്പോൾ വളരെ ജൂനിയറല്ല, KSU യൂത്ത് കോൺഗ്രസിൽ നിന്ന് പെട്ടെന്ന് വന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാം. തീർച്ചയായിട്ടും റാന്നി മണ്ഡലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പത്തനംതിട്ടയ്ക്ക് ഒരു മന്ത്രി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൂടി വെച്ചുകൊണ്ട് പഴകുളം മധുവിനെ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയാക്കുക. അങ്ങനെ ശബരിമലയ്ക്ക് ഏറ്റ കളങ്കത്തിന് ഒരു പ്രായച്ചിത്തം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM ഉണ്ടാക്കിയ കളങ്കത്തിന് ഒരു പ്രായച്ചിത്തം കൊടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയട്ടെ. അത് ഒരുപക്ഷെ കൽപ്പാന്ത കാലത്തോളം ഭരണം കിട്ടുന്നതിനുള്ള ഒരു മാർഗവും കൂടിയായിരിക്കും. അയ്യപ്പനെ പിണക്കരുത്.